തലമുറയോർത്ത് കരയുന്ന ഒരു അമ്മ, അനുഗ്രഹിക്കപ്പെട്ട 2 ആൺമക്കൾ, ഒത്തിരി വിശേഷത കൊണ്ട് പൊതിയപ്പെട്ടവരായ തലമുറകളാണെങ്കിലും അവിടെ നന്മകൾ ശ്രേഷ്ഠമായി വെളിപ്പെട്ടു വരും. അതനുഭവിപ്പാൻ തക്കണ കൊതിച്ചു. കാരണം അവിടെ നല്ല പ്രായത്തിൽ അവിടെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി. ആ മാതാവ് വിധവയായി തീർന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് ആകെയുള്ളൊരു പ്രതീക്ഷ 2 ആൺമക്കളാണ്. പക്ഷെ ആ മക്കൾ ചില പ്രശ്നങ്ങളിലേക്ക് അവർ വഴുതി പോകാൻ പോകുകയാണ്. അതിന് കാരണം കുടുംബത്തിൽ നല്ല ഭദ്രത ഉണ്ടാകുവാൻ, കുഞ്ഞുങ്ങൾക്ക് നല്ല നന്മയുണ്ടാകുവാൻ, ഭാവി ഉണ്ടാകുവാൻ ചില വഴികൾ കണ്ടുപിടിച്ചു. അത് തൻ്റെ വരുമാനത്തിൽ നിൽക്കാത്തത് കൊണ്ട് കടങ്ങൾ മേടിച്ചാണ് ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടത്. ആ നല്ല പിതാവ് നല്ല ഭാവി കണ്ടിട്ട്, അദ്ദേഹം ഒരു പ്രാർത്ഥനക്കാരനാണ്, ഒരാത്മീകനാണ്, എല്ലാ തരത്തിലും സന്തോഷത്തോടെ പോകുവാൻ തക്കവന് കരുത്തുള്ള വ്യക്തിയാണ്. ഒരു നല്ലൊരു ശുദ്ധ മനസാക്ഷിയോടുകൂടിയാണ് ആ പിതാവ് അങ്ങനെ ചെയ്തത്. പക്ഷെ പെട്ടെന്ന് ആ കടം കട്ടിയാ നിൽക്കുമ്പോൾ തന്നെ ആ പിതാവ് പെട്ടെന്ന് ലോകത്തിന് വിട പറഞ്ഞു. അതോടുകൂടി ആ കുടുംബത്തിൻ്റെ സൂര്യ തേജസ് നഷ്ടപ്പെട്ടു. പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. അസ്വസ്ഥനായി. പക്ഷെ സമയത്ത് കടങ്ങളോ പലിശയോ കൊടുക്കുവാൻ തക്കവണ്ണം പറ്റാത്തത് വന്നപ്പോൾ ഒരു ഭീമമായ തുക ആ കുടുംബത്തിനകത്ത് ബാധ്യത വന്നു. അവസാനം ഒറ്റ പോംവഴി അവിടെ ഉള്ളൂ, അടിമയായി പോകുക, 2 മക്കളെ അടിമയായി കൊടുക്കുക. കടം കൊടുത്ത വ്യക്തികൾ ഒരു ദിവസം വന്ന് വീട്ടിൻ്റെ പടിക്കൽ വന്നിട്ട്, ഞങ്ങൾക്ക് പൈസ തരണം, പലിശ തരണം, പക്ഷെ കൊടുക്കാൻ വകയില്ല. ഈ മാതാവ് നിറകണ്ണുകളോട് നെഞ്ചു പൊട്ടി ഹൃദയം തുറന്നു പറഞ്ഞു, ഞാൻ എൻ്റെ കയ്യിലില്ല, തരാം. അത് പറഞ്ഞു ദിവസങ്ങൾ മാറിപ്പോയി. ഒരു ദിവസം കടക്കാർ വന്ന് കൂട്ടത്തോട് വന്ന് പറയുകയാണ്, എൻ്റെ മക്കളെ ഞങ്ങൾക്ക് വേണം, അവർ ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്ത് ആ കട അവർ തീർത്തോളം. തകർന്നു പോയി കേട്ടോ ആ വാക്ക് കേട്ടപ്പോൾ. നമുക്കറിയാം, ചില വ്യക്തികൾ കടം തന്നിട്ട് അത് സമയത്തിന് കൊടുത്തില്ല എങ്കിൽ അവർ പറയുന്ന നികിഷ്ടമായ ചില പദങ്ങൾ നമുക്ക് അപ്പോൾ തന്നെ മരിക്കാൻ തോന്നും. അത്രയ്ക്ക് വേദനിക്കുന്ന വാക്കുകൾ, കുത്തുവാക്കുകളും. ഒരു മനുഷ്യനെന്ന പരിഗണന പോലും തരാതെ വണ്ണം മോശമായിട്ട് സമീപിക്കുന്ന വ്യക്തികളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. ഈ മാതാവും ഹൃദയം തകർന്നു പോയി. ആകെയുള്ള പ്രതീക്ഷ അവർ തലമുറയായിരുന്നു. ആ തലമുറകളെ അടിമയാക്കി കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ ജീവിതമാകപ്പോൾ ഉടഞ്ഞുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ തകർന്ന് വേദനിച്ചിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും അവർ ദൈവത്തോടല്ലാതെ പ്രാർത്ഥിക്കാൻ മറ്റൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രതീക്ഷ അറ്റുപോകുമ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല, ആരാധിക്കാൻ തോന്നത്തില്ല, പള്ളിയിൽ പോകാൻ തോന്നത്തില്ല, പാസ്റ്റർമാരെയോ പ്രവാചകന്മാരെയോ അല്ലെങ്കിൽ അവയെ കൂടെ ആരാധിക്കുന്ന വിശ്വാസികളോ നമുക്ക് കാണാത്തക്ക താല്പര്യം കാണുകയില്ല. അത്രമാത്രം കയ്പ് കൊണ്ട് കലങ്ങപ്പെട്ട അന്തരീക്ഷമായിരിക്കും. ഇവിടെ നോക്കൂ, ആ മാതാവ് ഭക്തി വിട്ടുപോയില്ല, പ്രാർത്ഥന വിട്ടുപോയില്ല, ദൈവസ്നേഹം വിട്ടുപോയില്ല. അവരകത്ത് ആ നുറുങ്ങുന്ന ഹൃദയത്തിനകത്ത് ഒരു ചെറിയ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഒരു ദിവസം രാവിലെ പ്രതീക്ഷിക്കാൻ സമയമായപ്പോൾ ഒരു കർത്താവിൻ്റെ മനുഷ്യൻ, ദൈവപുരുഷൻ, അഭിഷക്തൻ, പ്രവാചകൻ അവിടെ വന്നു. ഈ മാതാവ് ഓടി ആ കർത്താവിന്റെ ദാസന്റെ അടുക്കൽ പോയിട്ട് നിറകണ്ണുകളോട് കൂപ്പ് കൈയോട് നിന്ന് പറയുന്നു. ഞാൻ ആ വാക്കൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. 2 രാജാക്ക പുസ്തകം 4-ാം അധ്യായത്തെ 2-ാമത്തെ വാക്ക്. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? എലീശ പ്രവാചകന്റെ അടുക്കൽ വന്ന് നിറഞ്ഞ വേദനിക്കുന്ന നുറുങ്ങിയ ഇങ്ങനത്തെ വിവിധ ശബ്ദം കൊണ്ട് തകർന്നിരിക്കുന്ന മാതാവ് വന്ന് പറയുന്നു, പ്ലീസ് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം, പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ മതി,
എലീശ പറഞ്ഞു, ഈ വലിയ കടത്തിന് ഞാൻ എന്താ ചെയ്യേണ്ട വാക്ക്? ഇന്ന് രാവിലെ സമയം ഈ ദൈവശക്തങ്ങൾ ജനീയ മക്കളോട് തകർന്ന ഹൃദയത്തോടെ പ്രതീക്ഷ അറ്റുപോയ സ്ഥാനത്ത് ദൈവം നമ്മോട് ഇന്ന് രാവിലെ സംസാരിക്കുന്നു. പറ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? തുറന്നങ്ങ് പറ. അമ്മ തുറന്നു പറഞ്ഞു. തകർന്ന ഹൃദയത്തോടും ഒഴുക്കുന്ന കണ്ണീരോടും കൂപ്പുകൈയോടും പറഞ്ഞു, ദൈവപുരുഷനെ, എൻ്റെ മക്കളെനിക്ക് മടക്കി ലഭിക്കണം. അവരും കൈവിട്ടു പോയാൽ വിധവയാ ഞാൻ തകർന്നു പോകും. പ്രവാചകൻ എലീശ ചിരിച്ചുകൊണ്ട് പ്രത്യാശയുടെ മുഖത്തോട് പറഞ്ഞു, നീ അയൽവീട്ടിൽ നിന്നും പാത്രങ്ങൾ മൊത്തം വാങ്ങി വീട്ടിൽ നിറയ്ക്ക്. നിന്റെ വീട്ടിൽ എന്താ ഉള്ളത്? ഒരു ഭരണി എണ്ണ. ഇത്ര പ്രശ്നം വന്നപ്പോഴും എണ്ണ നഷ്ടപ്പെടുത്തിയില്ല, എണ്ണ സൂക്ഷിച്ചു വെച്ചു. നമുക്കറിയാം ആ വചനത്തിൻ്റെ വെളിപ്പാട്. ആ വെച്ച പാത്രം മുഴുവനും എണ്ണ നിറഞ്ഞു. മൊത്തം എണ്ണ നിറഞ്ഞു. ഇത് നിറയാത്ത ഒരു പാത്രം പോലുമില്ല. ആ അമ്മയും മക്കളും വന്ന് പറഞ്ഞു, പസങ്ങളെ, എണ്ണ മൊത്തം നിറഞ്ഞു, ഇനി എന്ത് ചെയ്യണം? സൊല്യൂഷൻ, ആദ്യം വിറ്റ് കടം തീർക്ക്, ബാക്കിയുള്ള ഉപജീവനം കഴിക്കുക. ഞാനവിടെ ഒരു ശക്തമായ ഒരു പ്രവചനം പറയാൻ ആഗ്രഹിക്കുന്നു. തകർന്നു പോയല്ലേ, പ്രതീക്ഷ അറ്റുപോയല്ലേ, ആശ്വാസം അകത്തുനിന്ന് പോയി, ജീവിതത്തിൻ്റെ ഏറ്റവും കയ്പ് കാടി വലിച്ചു കുടിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ഒരു ദൂത് വെളിപ്പെട്ട 2 വെളിപ്പാട് അവിടെ ഉണ്ട്. ഒന്ന്, സ്പോട്ടിൽ തന്നെ നിന്റെ കടത്തെ മാറ്റും, പ്രശ്നം മാറ്റും. ഭാവി സുഭിക്ഷമായി ജീവിക്കേണ്ട വഴികളും ദൈവാത്മ തുറക്കും. നമ്മുടെ നാടും പക്ഷി പറഞ്ഞ ഒരു വെടിക്ക് 2 പക്ഷി പോലെ നീ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കില്ല. മക്കളെ നഷ്ടപ്പെടുത്തില്ല, കുടുംബം ചിതറിപ്പോകത്തില്ല. ഈ സന്ദേശം ചില കുടുംബങ്ങളെ പണിയുന്നു കേട്ടോ. ശുശ്രൂഷകന്മാരെ, നിങ്ങൾ ശുശ്രൂഷകൾക്കൊരു വലിയ വ്യത്യാസം ഉണ്ടാകും. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാവേ, ഒരു ശക്തമായ മറുപടി വരികയാണ്. നിന്റെ കടം മാറും. ആ ഞരകുന്ന വിഷയത്തിന് മറുപടി ഉണ്ടാകും. ശൂന്യ അനുഭവിക്കാൻ സമ്മതിക്കില്ല. തകർന്നു പോകത്തില്ല, ഉടഞ്ഞു പോകത്തില്ല. 100% ഗ്യാരണ്ടിയാണ്. നിങ്ങൾ പറ, നിറകണ്ണുകളോടെ നിന്ന അമ്മ അതേ നിറകണ്ണ് മാറിപ്പോകാതെ നിറകണ്ണു നന്ദി പറയുന്നു. ഒരു ദിവസം നിറഞ്ഞും നുറുങ്ങിയും വേദനിച്ചുമാണ് പ്രാർത്ഥിച്ചു ഉപവസിച്ചത്, കരഞ്ഞത്. അതുപോലെ തന്നെ നിറകണ്ണുകളോടെ കൂപ്പുകൈയോടുകൂടെ നിറഞ്ഞ ഹൃദയത്തോട് വന്ന് ദൈവസ്ഥലം നന്ദി പറയുന്ന ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ 1000 മടങ്ങ് തന്ന് മാനിക്കാൻ ദൈവത്തിന് സമയമായി. വിടുതലുണ്ട്. ഈ മാസം തന്നെ വിടുതലുണ്ട്. ഇന്ന് തന്നെ വിടുതലുണ്ട്. ഈ ആണ്ട് തീരുമ്പോൾ തന്നെ വിടുതലുണ്ട്. അതുകൊണ്ട് ശൂന്യത അനുഭവിക്കുന്ന ഏതെങ്കിലും അന്തരീക്ഷം നമ്മെ ഭരിക്കുന്നുവെങ്കിൽ പ്രത്യാശയോടെ മടങ്ങി വാ. ഒരു അത്ഭുതമുണ്ട്. ആത്മഹത്യയോ ജീവിതത്തെ ഒളിച്ചോടുന്നതോ നാട് വിടുന്നതോ ഒന്നും പരിഹാരമല്ല. അതിന് സൊല്യൂഷനുണ്ട്, പരിഹാരമുണ്ട്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ രാവിലെ നമ്മൾ ഇടപെടുന്ന ദൂത് ഓർക്കണം. ആ മാതാവ് ഏറിയ കാലം മക്കളുടെ നന്മ കണ്ട്, അവിടെ ഭാവി കണ്ട്, അവരുടെ തലമുറകൾ കണ്ട് ജീവിച്ചതുപോലെ ഒരു വിടുതൽ ഒരാഴ്ചത്തേക്കോ 1 മാസത്തേക്കോ 1 വർഷത്തേക്ക് വേണ്ടിയല്ല. താൽക്കാലിക വിടുതലല്ല, ദൈവത്തിൻ്റെ വിടുതൽ തലമുറയായ വിടുതൽ നിൽക്കും. തലമുറ ഉയർച്ച നിൽക്കും. തലമുറയായ നന്മ നിൽക്കും. തലമുറയായ സമാധാനം നിൽക്കും. തലമുറയായി പ്രത്യാശ നിൽക്കും. ഒരിക്കലും ശൂന്യത അനുഭവിപ്പാൻ കർത്താവ് സമ്മതിക്കില്ല. ഈ സമയം ഈ സന്ദേശം ദൈവമൊക്കെ ആത്മാവിൽ പറയാം. നിങ്ങളുടെ ഭവനം നിറയുന്നു, നിങ്ങളുടെ ഹൃദയം നിറയുന്നു, നിങ്ങളുടെ മനസ്സ് നിറയുന്നു. നിങ്ങളുടെ കുടുംബം മുഴുവൻ ഉല്ലസിക്കത്തക്കവണ്ണമുള്ള ശക്തമായ മറുപടിയിലേക്ക് ദൈവാത്മാ ഈ ദിവസം നയിക്കുന്നുകൊണ്ട് വളരെ സമാധാനത്തോടെ സന്ദേശം കേൾക്കൂ. നെഞ്ചോട് നമ്മുടെ കരം ചേർത്ത് വെച്ചിട്ട് പറയാം, കർത്താവ് നീ എന്നോട് സംസാരിച്ചുവല്ലോ. എൻ്റെ അനാഥത്വം, എൻ്റെ ശൂന്യത, എൻ്റെ താഴ്ചയുടെ അവസ്ഥ, തകർച്ചയുടെ അവസ്ഥ കർത്താവ് അറിഞ്ഞുവല്ലോ. എന്നെ ഉയർത്താൻ ദിവസമാണ്, ഉയർച്ച പ്രാപിക്കും. അപ്പാ, ഇന്ന് രാവിലെ സമയം ഈ സന്ദേശം കേട്ട എല്ലാ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കില്ലല്ലോ. അവരുടഞ്ഞു പോകുവാൻ ദൈവം സമ്മതിക്കില്ല.
അവർ ജീവിതത്തിൽ അത്ഭുതം കണ്ട് കയറി വരാൻ പോകുന്ന കൃപയ്ക്കാൻ നന്ദി. കർത്താവ് തന്ന അധികാരത്തോടും നിയോഗത്തോടും കൂടെ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അനുഗ്രഹം നിറയണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ തകർച്ച, മനസ്സിൻ്റെ വേദന, സകല ഭാരവും ദൈവം മാറ്റി നമ്മെ അത്ഭുതമാക്കി മാറ്റും. നാം അനേകർക്ക് അത്ഭുതമാണ്, അനേകർക്ക് അത്ഭുതമായി മാറും. ഡോണ്ട് വറി. ഗാഡ് ബ്ലസ് യു ഓൾ. ഗാഡ് ബ്ലസ് യു. ഗാഡ് ബ്ലസ് യു.